ഫ്രണ്ട്സ്, നമ്മുടെ യാത്ര ഇന്ന് പറമ്പിക്കുളത്തേക്കാണ്. നമ്മൾ പറമ്പിക്കുളം വരുമ്പോഴുള്ള ആദ്യത്തെ ഒരു തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണിത്. സേതുമട എന്നാണ് ഈ ചെക്ക് പോസ്റ്റിൻ്റെ പേര്. മോർണിംഗ് 7 മണിക്ക് ഈ ഒരു ബസ് പോയതിന് ശേഷമാണ് നമ്മൾ നേരെ പോരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു എൻട്രൻസ് എടുത്തിട്ട് ടോപ്പ് സ്റ്റേഷനിലായിട്ടുള്ള ഈ ഒരു ഓഫീസിൽ കാണിക്കണം. അതിനുശേഷം വീണ്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ ഒരു എൻട്രൻസ് വരും. അവിടെ നിന്ന് നമ്മൾ എൻട്രൻസ് ഫീസും വാഹനത്തിൻ്റെ ഫീസും എടുത്തിട്ട് വേണം നേരെ പറമ്പിക്കുളത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ മോർണിംഗ് നല്ല തണുപ്പോടുകൂടി ഒരു കാലാവസ്ഥയാണ്. പോകുന്ന വഴി നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറമ്പിക്കുളത്താണുള്ളത്. പറമ്പിക്കുളത്ത് പഗ്മാർ ട്രെയിൽ എടുക്കാനായിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് പഗ്മാർ ട്രെയിലിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 13 കിലോമീറ്ററോളം ഉൾക്കാട്ടി കൂടി കയറിയിട്ടുള്ളൊരു ട്രെക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ വന്ന ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ പറമ്പിക്കുളത്ത് വന്ന് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയയിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് വേണം നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ മൊത്തം 4 പേരടങ്ങുന്നൊരു ഗ്രൂപ്പാണ് സഫാരിക്കുള്ളത്. പിന്നെ നമ്മുടെ കൂടെ തന്നെ ഇവിടുത്തെ സ്റ്റാഫായിട്ടുള്ള സെൽവഞ്ചേനുണ്ട്. അപ്പോൾ മൊത്തം 5 പേരായിട്ടാണ് ഇന്ന് കാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും കാഴ്ചകളിലേക്ക് പോകാൻ നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡാമിൻ്റെ ഒരു ഭാഗമാണ്. ഇതാ നമ്മൾ കാണുന്ന ഡാമിൻ്റെ ടോപ്പ് സൈഡാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഉൾക്കാട്ടിലേക്ക് പോകാം കേട്ടോ. ഇവിടം വരെ ഇപ്പോൾ നമ്മളൊരു റോട്ടിൽ കൂടി വന്നത്. ശേഷം നമ്മൾ ഇവിടെ നിന്നാണ് ഉൾക്കാട്ടിലേക്ക് പോകുന്നത്. ഈ കാണുന്ന മരത്തിൻ്റെ വേര് പോയേക്കണുണ്ടോ? കാര്യം മരം അവിടെ ആണെങ്കിലും അതിൻ്റെ വേരാണിത് ഈ വന്നേക്കുന്നത്. എന്ത് ഭംഗി നോക്കി, നല്ല പച്ചപ്പും. അതിവിടെ കാഷ്ടം കാണാം. ഇത് ഫ്രഷാണെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വന്ന വഴിയൊക്കെ ഇതേ സെയിം റൂട്ടിൽ തന്നെ കടുവ പോയതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നേരെ നമ്മുടെ യാത്ര നമുക്ക് ഉള്ളിലേക്ക് തന്നെ പോവാം. അപ്പോൾ നിങ്ങളും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക. ഫാമിലി എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികളെ കൊണ്ടുവരാതിരിക്കുക. പിന്നെ നടക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് പഗ്മാർക്ക്. ഏകദേശം ഒരു 13 കിലോമീറ്ററോളം നമ്മൾ കാട്ടുകൂടി പോകണം. നല്ല രീതിയിലുള്ള സൈറ്റിങ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളും വരാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസായിട്ട് അയയ്ക്കുക.
അപ്പോൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വിഷ്വൽസും വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തിപ്പെട്ടേക്കുന്നത് ഒരു വലിയ കൊമ്പനാനയുടെ ഫ്രണ്ടിലാണ്. അത്യാവശ്യം നല്ല സൈസും നല്ല നീളമുള്ള കൊമ്പൊക്കെ ഉള്ള ഒരു ആനയാണ്. നല്ല ഒത്തൊരാന തന്നെയാണ്. നമ്മുടെ കൂടെയുള്ള സെൽവൻ ചേട്ടൻ പറഞ്ഞത് പറമ്പിക്കുളത്ത് പല ഭാഗങ്ങളിലും ആനകൾ ഇവിടെ എത്താറുണ്ടെന്നാണ്. പല ഭാഗങ്ങളെന്ന് പറഞ്ഞത് തമിഴ്നാട് അല്ലെങ്കിൽ മറ്റുള്ള കാടുകളിൽ നിന്നൊക്കെ ആന ഇവിടെ എത്താറുണ്ട്. ആനകൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ വെള്ളം കുടിക്കാനൊക്കെയാണ് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. വെള്ളത്തിൻ്റെയും ആഹാരത്തിൻ്റെയും ലഭ്യത അനുസരിച്ച് ഈ ഒരു സമയങ്ങളിൽ, അതായത് നമ്മുടെ ഈ ഒരു ഡ്രൈ സീസണിൽ പറമ്പിക്കുളം ഭാഗത്തേക്ക് മറ്റുള്ള കാടുകളിൽ നിന്നും ഒരുപാട് ആനകൾ എത്താറുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇത്രയും വലിയൊരു കൊമ്പനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കബനിയിൽ മിസ്റ്റർ കബനി എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. അത് നേരത്തെ ചരിഞ്ഞായിരുന്നു. ശേഷം തമിഴ്നാട് സ്റ്റേറ്റിൽ ഒരു ആന ഉണ്ടായിരുന്നു. അതിനെ കസേരക്കൊമ്പൻ എന്നാണ് പറയുന്നത്. ഈ ഫെബ്രുവരി ലാസ്റ്റ് വീക്കോടുകൂടി ആ ആനയും ചരിഞ്ഞു. അങ്ങനെ കുറച്ച് നേരത്തെ സൈറ്റിങ് തന്നിട്ട് നമ്മുടെ കൊമ്പനാന പൈകിനെ കാട്ടിലേക്ക് മാറി. ഇത് ആനിമൽസിനെ ട്രാക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ക്യാമറകളാണ്. ഈ മരത്തിലുണ്ട്, ക്യാമറ ട്രാപ്പാണ്. ആ മരത്തിൽ കണ്ട അതിൻ്റെ ടോപ്പ് സൈഡിലൊക്കെ ആന ശരീരമായിട്ട് ഉരച്ചതിൻ്റെ പാടുകളും കാണാം. എന്തായാലും ഈ ട്രാപ്പിലാണ് ആനിമൽസിൻ്റെയൊക്കെ സെൻസസും അതിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ നോക്കുന്ന ഒരു ട്രാപ്പാണിത്. ഇതേ 2 സൈഡുണ്ട്. ആ സൈഡ് മരത്തിലുണ്ട്, ഇതാ ആ കാണുന്ന മരത്തിലുണ്ട് ഒരു ട്രാപ്പ്. അപ്പോൾ ആ ആനിമൽസിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സെൻസസും കാര്യങ്ങളും എടുക്കുന്നത് ഈ ഒരു സംവിധാനം മുഖേനയാണ്. ഇതാ നമ്മളിപ്പോൾ കുറേ കിലോമീറ്റർ നടന്നതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു കടുവയുടെ കാഷ്ടം കാണാം. ഇതേ കടുവ. നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു ഈ ഇല്ലിയുടെ സൈഡിൽ. ജസ്റ്റ് മുകളിലേക്ക് കയറ്റുന്നുണ്ട്. നമ്മൾ പോണ വഴി തന്നെയാണ്. ജസ്റ്റ് നോക്കാം നമുക്ക്. ഇതിവിടെ ചെറിയൊരു ചെക്ക് ഡാം പോലെ കിട്ടിയേക്കാണ്. ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്. എല്ലാവരും ബ്രെഡും പഴവും അതുപോലെ തന്നെ വെള്ളമൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. നല്ല രസമായിട്ട് ഈ സ്ഥലം കാണാനായിട്ട്. എല്ലാവരും ഇവിടെ കുറച്ച് നേരം ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ ഈ സ്ഥലത്തിൻ്റെ ആംബിയൻസ് കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ്. ഫ്രണ്ട്സ് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു കൊമ്പനാനയുണ്ട്. നമ്മളിതാവഞ്ഞ് ഫ്രണ്ട്സ്, നമ്മളീ കാണുന്നത് കൂട്ടം തവളയുടെ കുട്ടികളാണ്. കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപാട് എണ്ണം ഉണ്ട്. അത് കുറേ നേരം വെള്ളത്തിനടിയിൽ ഡീപ്പായിട്ട് നിന്നിട്ട് കുറച്ച് മുകളിൽ വന്നിട്ട് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അവർ മുകളിലേക്ക് വന്നു, വെള്ളമൊക്കെ എടുത്തിട്ട് പോകേണ്ടതാ. ഇനി കൂട്ടമായിട്ട് വരും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ കൊമ്പനാന നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗോപ്രോയിലും അതുപോലെ തന്നെ നമ്മുടെ വലിയ ക്യാമറയിലും ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളും ഈ ആനയും തമ്മിൽ ഏകദേശം ഒരു 20 മീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ആകെ ഉണ്ടാവുകയുള്ളൂ. അത്രയും ക്ലോസാണ് ഈ ആന. നമ്മുടെ സെൽവൻ ചേട്ടൻ പറഞ്ഞത് ഈ ഫോറസ്റ്റിൻ്റെ ആൾക്കാരനെയും അതുപോലെ തന്നെ ക്യാമ്പിൻ്റെ സൈഡിലേക്ക് ഈ ആന സാധാരണ വരാറുള്ളതെന്നാണ്. ആൾക്കൊട്ട് പേടിയില്ല. അതുപോലെ തന്നെ ഇതുവരെ ഈ ഒരു ആന മറ്റാരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു ആനയാണ്. എന്തായാലും നമ്മൾ അത്ര അടുത്തേക്കൊന്നും പോയില്ല. ആ ഒരു 20 മീറ്ററോളം നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരു ദിവസത്തിൽ ആനകൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആഹാരം കഴിക്കാനൊക്കെയാണ്. വളരെ കുറച്ച് നേരം മാത്രമാണ് ഇവർ മറ്റുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നത്. മെയിനായിട്ട് ആനകളുടെ ഇഷ്ടഭക്ഷണം പുല്ലുകളാണ്.
നല്ല പച്ചപ്പുള്ള പുല്ലുകൾ തന്നെയാണ് ഇവർ ഇഷ്ടഭക്ഷണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാട്ടിൽ കൂടി നടക്കുമ്പോൾ നല്ല രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നടക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ കാലിൻ്റെയും അതുപോലെ തന്നെ ഷൂസിൻ്റെയൊക്കെ ഇതിൽ ഇലകളും അല്ലെങ്കിൽ മറ്റുള്ള കമ്പുകളൊക്കെ ഒടിയുന്ന സൗണ്ടുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ആന ഈ കാട്ടിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ വളരെ ചെറിയ സൗണ്ട് മാത്രം, അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമാണ് കൊമ്പുകൾ ഒടിയുന്നതോ അല്ലെങ്കിൽ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയും ശ്രദ്ധിച്ചാണ് ഈ ആനകളുടെ ഓരോ മൂവ്മെൻറ്റ്സും, അത്രയും കാം ആൻഡ് ക്വയറ്റിലാണ് ഇതിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും ഉണ്ടാകുന്നത്. പിന്നെ ഈ ഒരു വിഷ്വൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ആന നമ്മളെ ഫേസ് ചെയ്യുന്നതും നമ്മുടെ നേർക്ക് നേരെ നോക്കുന്നതും കാണാൻ പറ്റും. എന്നിരുന്നാൽ പോലും ആൾ നമ്മളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ അങ്ങനെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അത്രയും ഫ്രണ്ട്ലി ആണെന്നാണ് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഈ ആനകളുടെ ഒരു മീറ്റിംഗ് ടൈമും കൂടിയാണിത്. അതുകൊണ്ട് ആനകൾ നല്ല രീതിയിൽ അഗ്രസീവ് ആയിരിക്കും. പക്ഷേ ഈ ആന എന്തായാലും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആനയായിരുന്നു. പിന്നെ നമുക്കിനി ഷൂ ഒക്കെ കയറ്റിയിട്ട് വീണ്ടും ഒന്ന് കൈയും കാലും മുഖമൊക്കെ കഴുകി ഇനി വീണ്ടും നമുക്ക് യാത്രയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ മൂവ് ചെയ്യുന്ന സെക്കൻഡുകളിൽ തന്നെ നമുക്കൊരു കരടിയുടെ ഒരു വിഷ്വൽ കിട്ടി. എന്നിട്ട് നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളൊരു കരടീനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതാ ആ കാണുന്ന ഭാഗത്ത് അതുണ്ട്. അപ്പോൾ നമ്മളതിനൊരു വിഷ്വൽ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അത് നമ്മുടെ ടീമെല്ലാം തന്നെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുണ്ട് അതാ അതിൻ്റെ ഒരു ക്ലോസ് വിഷ്വലിൽ കാണാൻ പറ്റും. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഗോപ്രോയിൽ അവർ ലൊക്കേഷൻ കാണിച്ചാണ്. ഈ കാണുന്ന കരടിയുടെ കാഷ്ടമാണ്. നമുക്ക് എന്തായാലും ക്ലോസ് ആയിട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ കരടിയുടെ വിഷ്വലൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് ഒരു മ്ലാവ് നല്ല രീതിയിൽ പാനിക്കായിട്ട് നമ്മളെ പോലും ശ്രദ്ധിക്കാതെ അത് ക്രോസ് ചെയ്യുന്നൊരു സീൻ കാണാൻ പറ്റും. അതിനുശേഷം ആൾ നമ്മളെ കണ്ടതും മൂവിങ്ങും കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും നല്ല രീതിയിലൊരു പാനിക്കായിരുന്നു ആ ഒരു മ്ലാവ്. നിങ്ങളും ഇതുപോലുള്ള ട്രക്കിങ്ങൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക. കാരണം റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നിയന്ത്രണത്തിൽ വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. എന്തായാലും ഈ ഒരു യാത്രയിൽ നമുക്ക് അതിമനോഹരമായ കുറേ വിഷ്വൽസും വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസും ഈ ഒരു യാത്രയിൽ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് അവസാനിക്കാറായപ്പോൾ നമ്മൾ ആ ഡാമിൻ്റെ സൈഡിലേക്ക് എത്തി. നേരത്തെ നമ്മൾ വണ്ടിയൊക്കെ ഇട്ടില്ലേ, ആ ഒരു സൈഡിലേക്ക് എത്താറായി. ആ സമയത്ത് നമ്മുടെ എതിർവശത്ത് ലോങ്ങിലായിട്ടുള്ള ഒരു വിഷ്വലാണിത്. ഫ്രണ്ട്സ്, നമ്മൾ യാത്ര ഏകദേശം അവസാനിക്കാറായി. ഏകദേശം